Hello students, welcome to Litloom. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജോൺ ഡൺ ദ റൈറ്റർ ജോൺ ഡണ്ണിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ജോൺ ഡൺ 1572 to 1631. അപ്പോൾ ആരാണ് ജോൺ ഡൺ, എന്താണ് ജോൺ ഡൺ എന്നൊക്കെ നോക്കാം. A leading English poet of the metaphysical school and also was the most independent of the Elizabethan poets. അപ്പോൾ എന്താണ് ജോൺ ഡൺ, ആരാണ്? ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ കവിയായിരുന്നു. അദ്ദേഹം മെറ്റാഫിസിക്കൽ സ്കൂൾ എന്ന കവിതാ പ്രസ്ഥാനത്തിലെ പ്രധാന കവികളിൽ ഒരാളായിരുന്നു. അപ്പം എലിസബത്തൻ കാലഘട്ടത്തിലെ കവിതകളിൽ ഏറ്റവും സ്വതന്ത്രമായ ചിന്താഗതിയുള്ള കവിയായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. Son of a wealthy Roman Catholic merchant born in Bread Street, London, but later converted to Anglicanism. അപ്പോൾ ജോൺ ഡൺ ലണ്ടനിലെ ബ്രെഡ് സ്ട്രീറ്റ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു? സമ്പന്നനായിട്ടുള്ള ഒരു റോമൻ കാത്തലിക്ക വ്യാപാരിയായിരുന്നു. പിന്നീട് നമ്മുടെ ജോൺ ഡൺ തന്റെ മതം മാറി ആംഗ്ലിക്കൻ, ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ആ ഒരു വിശ്വാസം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബയോഗ്രഫറിന്റെ പേര് നമുക്ക് നോക്കാം. എന്താണ്? ഐസക് വാൾട്ടൺ. അപ്പം ജോൺ ഡണ്ണിന്റെ ജീവിതകഥ എഴുതിയത് ഇദ്ദേഹമാണ്. ദാറ്റ്സ് വൈ ഹിസ് ബയോഗ്രഫർ. Okay, best known for his love poems, religious poems, sermons, satires, elegies, etc. അപ്പോൾ ജോൺ ഡൺ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? പ്രണയ കവിതകൾ എഴുതിയിട്ടുണ്ട്, മതപരമായിട്ടുള്ള കവിതകൾ, പിന്നെ sermons അതായത് പ്രഭാഷണം, പിന്നെ സറ്റയർ എന്താണ്? ആക്ഷേപഹാസ്യം, പിന്നെ എലിജീസ് വിലാപ കവിതകൾ, അപ്പം എന്നിവ എഴുതിയതിലാണ് ഇദ്ദേഹം പ്രശസ്തനായത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. നെക്സ്റ്റ്, educated at both Oxford and Cambridge but received no degree as an RC, he had to refuse to take the oath of supremacy for graduation to the Protestant Queen. അപ്പോൾ എന്താണ്? ജോൺ ഡൺ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും അതുപോലെ തന്നെ എവിടെയും പഠിച്ചു? കേംബ്രിഡ്ജ് സർവകലാശാലയിലും പഠിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? അദ്ദേഹം റോമൻ കാത്തലിക്, അതായത് RC റോമൻ കാത്തലിക് ആയിരുന്നതിനാൽ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചില്ല? ബിരുദം ലഭിച്ചില്ല. കാരണം ബിരുദം ലഭിക്കാൻ പ്രൊട്ടസ്റ്റന്റ് രാജ്ഞിയോടുള്ള വിശ്വസ്തതയുടെ സത്യം, അതായത് ഓത്ത് ഓഫ് സുപ്രീമസി ചെയ്യണമായിരുന്നു. അപ്പൊ ജോൺ ഡൺ ആ സത്യം ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഗ്രാജുവേഷൻ കിട്ടാഞ്ഞത്. He was appointed as a secretary to the Lord Keeper Sir Thomas Egerton and later eloped with Egerton's niece Anne More in 1601. അപ്പം ജോൺ ഡൺ സർ തോമസ് എഗർട്ടൺ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ സെക്രട്ടറി ആയിട്ടാണ് നിയമിക്കപ്പെട്ടത്. അപ്പൊ പിന്നീട് എന്താ സംഭവിച്ചത്? 1601 എഗർട്ടന്റെ സഹോദരിയുടെ മകളായിട്ടുള്ള ആൻ മോറുമായിട്ട് എന്ന യുവതിയുമായിട്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ നമ്മുടെ ജോൺ ഡൺ പോയി ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു. This runaway marriage caused his dismissal from the service and a brief imprisonment. അപ്പൊ ഈ ഒളിച്ചോടി നടത്തിയ വിവാഹം കാരണം ജോൺ ഡണ്ണിന് ജോലി നഷ്ടമായി. പിന്നെ കൂടാതെ കുറച്ചു കാലം ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. He traveled to France with his newfound patron റോബർട്ട് ഡ്രൂറി. അപ്പൊ ശേഷം തന്റെ പുതിയ രക്ഷാധികാരിയായിട്ടുള്ള റോബർട്ട് ഡ്രൂറിയുമായിട്ട് അദ്ദേഹത്തോടൊപ്പം ജോൺ ഡൺ എവിടേക്കാണ് പോയത്? ഫ്രാൻസിലേക്ക് പോയി. In 1615, he entered the Anglican Church from RC to Anglicanism and in 1621 became the Dean of St. Paul's Cathedral. അപ്പോൾ 1615 ജോൺ ഡൺ റോമൻ കാത്തലിക് മതം, അതായത് RC വിട്ടിട്ട് ആംഗ്ലിക്കൻ സഭയിൽ ചേർന്നു. പിന്നീട് 1621 ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിന്റെ ഡീൻ എന്ന് പറഞ്ഞാൽ പ്രധാന ഒരു പുരോഹിതൻ അല്ലെ മേൽനോട്ടക്കാരൻ ആയിട്ട് നിയമിക്കപ്പെട്ടു. He was the first great Anglican preacher and became the favorite of both James I and Charles I. അപ്പോൾ ജോൺ ഡൺ ആംഗ്ലിക്കൻ സഭയിലെ ഏറ്റവും മികച്ച ആദ്യകാല പ്രാസംഗികരിൽ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ജെയിംസ് ഒന്നാമനുമായിട്ടും ആ ഒരു രാജാവ് ആയിട്ടും അതുപോലെ ചാൾസ് ഒന്നാമനുമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ബറീഡ് അറ്റ് ദി സെന്റ് പോൾസ് കത്തീഡ്രൽ. അപ്പം ജോൺ ഡണ്ണിനെ സെന്റ് പോൾ കത്തീഡ്രലിലാണ് സംസ്കരിച്ചത്. He sailed with Walter Raleigh hunting for Spanish treasure ships. അപ്പം ജോൺ ഡൺ വാട്ടർ റാലി എന്നാണ് അത് വായിക്കുന്നത് പ്രൊനൗൺസിയേഷൻ. അപ്പം അദ്ദേഹത്തോടൊപ്പം കപ്പൽ യാത്ര ചെയ്തു. അപ്പം അവർ സ്പെയിനിലെ
നിധികൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു യാത്ര നടത്തുന്നത്. ഇനി നോക്കാം. ഹിസ് മദർ വാസ് എ ഡയറക്റ്റ് ഡിസെൻഡന്റ് ഓഫ് സർ തോമസ് മോഴ്സ് സിസ്റ്റർ. എന്താണ് പറയുന്നത്? ജോൺ ഡണ്ണിന്റെ അമ്മ സർ തോമസ് മോർ എന്ന പ്രശസ്ത വ്യക്തി. തോമസ് മോർ എഴുത്തുകാരനെ അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ നേരിട്ടുള്ള ഒരു തലമുറയിൽ പെട്ടിട്ടുള്ള ഒരാളായിരുന്നു. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ജോൺ ഡണ്ണിന്റെ അമ്മയ്ക്ക് സർ തോമസ് മൂറിന്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, നേരിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. Dunn's son John published his poems in 1633. അപ്പം ജോൺ ഡണ്ണിന്റെ മകനായിട്ടുള്ള ജോൺ ആണ് തന്റെ അച്ഛന്റെ കവിതകൾ 1633 പ്രസിദ്ധീകരിച്ചത്. ഇനി നമുക്ക് comments about ഡൺ. അപ്പൊ ഡണ്ണിനെ പറ്റിയിട്ട് ആളുകൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ഡ്രൈഡൻ എന്താ പറഞ്ഞത്? ഹി അഫക്ട്സ് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ജോൺ ഡൺ തൻ്റെ കവിതകളിൽ മെറ്റാഫിസിക്കൽ, അതായത് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ദാർശനികത ആശയങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ് ജോൺ ഡൺ ഹി അഫക്ട്സ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ബെൻ ജോൺസൺ പറയുന്നത് എന്താണ്? ഹി ഈസ് ദ ഫസ്റ്റ് പോയറ്റ് ഇൻ ദി വേൾഡ് ഓഫ് സംതിങ്. അതായത് ഒരു പ്രത്യേക കഴിവിൻ്റെ കാര്യത്തിൽ ജോൺ ഡൺ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കവിയാണ് എന്ന് പറയുന്നു, ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നു. പിന്നീട് ബെൻ ജോൺസൺ പറയുന്നുണ്ട് ജോൺ ഡൺ ഡിസേർവ്ഡ് ഹാങ്ങിങ് ഫോർ നോട്ട് കീപ്പിംഗ് ദി ആക്സെന്റ്. എന്താണ്? ഇപ്പൊ കവിതയിൽ ശരിയായിട്ടുള്ള ആക്സെന്റ്, അതായത് ഉച്ചാരണ ക്രമം പാലിക്കാത്തതിനാൽ ജോൺ ഡൺ തൂക്കിക്കൊല്ലപ്പെടാൻ പോലും അർഹനാണ് എന്ന് ബെൻ ജോൺസൺ ആണ് പറയുന്നത്. പിന്നെ പറയുന്നത് ജെ.സി. ലീഷ്മാൻ അദ്ദേഹത്തിനെ, ജോൺ ഡണ്ണിനെ മൊണാർക്ക് ഓഫ് വിറ്റ് എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിശക്തിയുടെ രാജാവ്, മൊണാർക്ക്, അങ്ങനെയാണ് നമ്മളുടെ അദ്ദേഹം വിളിച്ചത്. ഇനി നമുക്ക് ജോൺ ഡണ്ണിന്റെ ലവ് പോംസ് ഏതൊക്കെയാന്ന് നോക്കാം. കണ്ടോ? സോങ്സ് ആൻഡ് സോണറ്റ്സ്, അത് കളക്ഷൻ ആണ്, 1633 കളക്ഷൻ ആണ്, കളക്ഷൻ ഓഫ് ലവ് പോംസ് ആണ്. പിന്നെ ഇഫ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ദാറ്റ് ഈസ് 1633. പിന്നെ വരുന്നത് കാനനൈസേഷൻ ആണ്, അത് കുറച്ച് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ജോൺ ഡണ്ണിന്റെ അതർ പോംസ് ഏതൊക്കെയാന്ന് നോക്കാം. ഗുഡ് മോറോ, ഗുഡ് ഫ്രൈഡേ, ദ സൺ റൈസിംഗ്, ഗോ ആൻഡ് കാസ്റ്റ് ദ ഫോളിംഗ് സ്റ്റാർ, ദി എക്സ്റ്റസി, എയർ ആൻഡ് ഏഞ്ചൽസ്, ദ സ്റ്റോം ആൻഡ് ദ കാം. പിന്നെ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോംസ് വരുന്നത് കെയിം ആഫ്റ്റർ 1610, 1610 ശേഷമാണ്. ഹോളി സോണറ്റ്സ്, ഒരു 19 ഹോളി സോണറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ വരുന്നത് ഹിസ് ഗ്രേറ്റസ്റ്റ് റിലീജിയസ് പോംസ്. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ റിലീജിയസ് പോംസ് വരുന്നത്? നമ്പർ 10 ഡെത്ത് നോട്ട് ബി പ്രൗഡ്, നമ്പർ 14 ബാറ്റർ മൈ ഹാർട്ട്. അദ്ദേഹത്തിന്റെ ഹോളി സോണറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആർക്കാണ്? ടു മാഗ്ഡലിൻ ന്യൂപോർട്ട്, മദർ ഓഫ് ജോർജ് ഹെർബർട്ട് ആൻഡ് ഓൾസോ എ പേട്രൺ ഓഫ് ഡൺ. അപ്പൊ ഡണ്ണിന്റെ പേട്രൺ ആയിട്ടുള്ള ജോർജ് ഹെർബർട്ടിന്റെ മദറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോളി സോണറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തത്. പിന്നെ ഹൈമൻ ടു ഗോഡ് ദ ഫാദർ, അത് എഴുതിയത് റോട്ട് ആഫ്റ്റർ ഹിസ് വൈഫ്സ് ഡെത്ത് ഇൻ 1670. അപ്പം ഭാര്യയുടെ മരണശേഷമാണ് അത് എഴുതിയത്. പിന്നെ വരുന്നത് ആനിവേഴ്സറി 1611 to 12. എന്താണത്? റിട്ടൺ ടു കമ്മമറേറ്റ് ദ ഡെത്ത് ഓഫ് എലിസബത്ത് ഡ്യൂറി, 14-year-old ഡോട്ടർ ഓഫ് ഹിസ് പേട്രൺ സർ റോബർട്ട് ഡ്യൂറി. അപ്പം റോബർട്ട് ഡ്യൂറി, അപ്പം ഈ കവിതകൾ ജോൺ ഡണ്ണിന്റെ രക്ഷാധികാരിയായിട്ടുള്ള സർ റോബർട്ട് ഡ്യൂറിയുടെ 14 വയസ്സുള്ള മകളായിട്ടുള്ള എലിസബത്ത് ഡ്യൂറി മരിച്ചതിന്റെ സ്മരണയ്ക്കായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറി ആൻഡ് അനാട്ടമി ഓഫ് ദി വേൾഡ്. അപ്പം എലിസബത്ത് ഡ്യൂറിയുടെ മരണം ലോകത്തിന് എത്ര വലിയ നഷ്ടമാണ് എന്നാണ് ഈ കവിതയിൽ, ഈ അനാട്ടമി ഓഫ് ദി വേൾഡിൽ ജോൺ ഡൺ പറയുന്നത്. അതുപോലെ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ദി സോൾ, അതിനകത്ത് പറയുന്നത് ആത്മാവിൻ്റെ യാത്രയെയും മരണശേഷമുള്ള ആത്മീയ പുരോഗതിയെയും കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് ആനിവേഴ്സറിയിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രോസ്, സ്യൂഡോ മാർട്ടിർ. അപ്പൊ അത് ദാറ്റ് ക്രിറ്റിസൈസ് കാത്തലിക്സ്, അത് റോമൻ കാത്തലിക്കരുടെ ചില വിശ്വാസങ്ങളെയും ആശയങ്ങളെയും ഒക്കെയാണ് അതിൽ വിമർശിക്കുന്നത്. പിന്നെ ഹിസ് ആൻറ്റി കാത്തലിക് പോളിമിക്സ്, അതായത് കാത്തോലിക്ക സഭയ്ക്കെതിരായ വാദങ്ങളും വിമർശനങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ആക്ഷേപ കൃതിയാണ്, പ്രോസ് സറ്റയർ ആണ്.
ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ഹിസ് കോൺക്ലേവ്, അതായത് ആദ്യ ആക്ഷേപ കൃതിയാണത്. ഈ കൃതിയിൽ അദ്ദേഹം ഇഗ്നേഷ്യസ് ലയോളയെയും ജസ്യൂട്ട് സഭ അംഗങ്ങളെയും പരിഹസിക്കുകയും വിമർശിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇഗ്നേഷ്യസ് ഹിസ് കോൺക്ലേവ് എന്ന് പറയുന്ന ആ ഒരു വർക്ക്, ആ ഒരു ആക്ഷേപഹാസ്യത്തിൽ, പ്രോസ് സറ്റയറിൽ. ദെൻ പാരഡോക്സസ് ആൻഡ് പ്രോബ്ലംസ്. അപ്പോൾ ഈ കൃതിയിൽ ജോണ്ടൺ വ്യത്യസ്തവും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ആശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ബാൻതാന്തോസ്, ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ഡിഫെൻസ് ഓഫ് സൂയിസൈഡ്. അപ്പം ഈ കൃതിയിൽ ആത്മഹത്യയെക്കുറിച്ച് അനുകൂലമായ വാദങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇത് ആത്മഹത്യയെ ന്യായീകരിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ആദ്യത്തെ കൃതി എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ എസൈസ് ഇൻ ഡിവിനിറ്റി, തിയോളജിക്കൽ വർക്ക്, അതായത് ഒരു തിയോളജി മതശാസ്ത്ര ഗ്രന്ഥമാണത്. ഈ പുസ്തകത്തിൽ മതവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തെയും കുറിച്ചാണ് പറയുന്നത്. ദെൻ ഡിവോഷൻസ് അപ്പോൺ എമർജന്റ് ഒക്കേഷൻസ്, ഡെഡിക്കേറ്റഡ് ടു ചാൾസ് ഫസ്റ്റ്. അപ്പം ഇത് ചാൾസ് ഒന്നാമന് രാജാവിനാണ് സമർപ്പിച്ചത്. ഇതിൽ പ്രാർത്ഥനകളും ആത്മീയ ചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വർക്കിൽ വരുന്നത്, ആ ഒരു പ്രോസിൽ വരുന്നത്. പിന്നെ സെർമൺസ് ഇൻ 3 വോളിയംസ്, അതായത് അതായത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ 3 വോളിയംസിലായിട്ട് പ്രസിദ്ധീകരിച്ചു. പിന്നെ ഡെത്ത്സ് ഡ്യുവൽ ഓർ കൺസലേഷൻ ഓഫ് ദി സോൾ, ഹിസ് ഫൈനസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെർമൺ. അപ്പം ഇതെന്ന് പറയുന്നത് ഏറ്റവും മികച്ചതും അതുപോലെ തന്നെ അവസാനത്തേതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ്. അപ്പൊ ഇതിലെന്താണ് മരണം, ആത്മാവ്, അതുപോലെ ദൈവവിശ്വാസം എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജോൺ ഡണ്ണിനെ പറ്റി അത്യാവശ്യം മെയിൻ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.